ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മീഡിയ ടെക് കേരള. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ ക്യാൻ ഉപയോഗിച്ചിട്ട് ചെറിയൊരു ബോട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി തന്നെ വിളിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരേ വലുപ്പത്തിലുള്ള 2 ക്യാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് സ്റ്റിക്കുകൾ നമുക്ക് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ഇതുപോലത്തെ സ്റ്റിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ തെങ്ങിൻ്റെ ഈർക്കിലി ആയാലും 2-3 എണ്ണം ചേർത്ത് വെച്ചിട്ട് ഒട്ടിച്ചാൽ മതി. ഇതുപോലെ മുകളിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുക. ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഹോള് വരുന്ന ഭാഗം രണ്ടും മുകളിലാക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതിൻ്റെ അടിവശത്തും നമ്മൾ ഇതേപോലെ ഒരു സ്റ്റിക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ആ ഭാഗം നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ ഒരു ചെറിയ പീസും കൂടെ നമ്മൾ ഒട്ടിക്കുന്നുണ്ട്. ഇനി ഇങ്ങനെ കുത്തനെ നമ്മൾ ഒരു പീസ് ഒട്ടിച്ചെടുക്കാം. പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഒന്നും എടുത്തിട്ടില്ല. ഏകദേശം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്ന ബോട്ടിലിൻ്റെ വലുപ്പം അനുസരിച്ച് എടുത്താൽ മതി. ഇനി മുകളിൽ നമുക്ക് 4 പീസ് ഒട്ടിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പം ആദ്യത്തെ പീസ് നമ്മൾ കുത്തനെ വെച്ച ആ ഒരു പീസിനോട് ചേർത്ത് ഒട്ടിക്കുക. അവിടെയും കൂടെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ബാക്കി 3 പീസ് ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഒട്ടിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ 4 പീസ് നമ്മൾ ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഭാഗത്തായിട്ട് ചെറിയൊരു പീസ് ക്രോസിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തൊരു പീസ് നേരത്തെ ഒട്ടിച്ചതുപോലെ ഇപ്പുറ സൈഡിൽ കൂടെ താഴേക്ക് ഇതുപോലെ കുത്തനായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് അടിവശത്തൊന്ന് സപ്പോർട്ടും കൂടെ കൊടുക്കണതിന് ഈ വശത്തും ചെറിയൊരു പീസ് നമ്മൾ ഒട്ടിക്കുന്നുണ്ട്, ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഒട്ടിച്ചു കഴിഞ്ഞു. നമുക്ക് 2 ബാറ്ററി ഇടുന്നൊരു കേസ് ഉണ്ട്. അപ്പോൾ സ്വിച്ച് അതിൽ തന്നെ ഉള്ളതുകൊണ്ട് എക്സ്ട്രാ സ്വിച്ച് നമുക്ക് ആവശ്യമില്ല. ഒരു DC മോട്ടറും എടുത്തിട്ടുണ്ട്. നമുക്ക് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് പരിപാടികളുണ്ട്. ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊരു ബോട്ടിലിൻ്റെ പീസാണ്. അതിൽ നമുക്കൊരു ലീഫ് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഏകദേശം ഈ ഒരു പാറ്റേണിലുള്ള ഒരു ലീഫാണ് വെട്ടിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ നിങ്ങൾക്ക് വെട്ടിയെടുക്കാം. ഒരു കത്രിക വെച്ച് ഇതുപോലെ വെട്ടി കറക്റ്റായിട്ട് വെട്ടിയെടുക്കാം. ഏകദേശം ഒരു ലീഫിൻ്റെ ഷേപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സെൻട്രലായിട്ടൊരു ഹോളും കൂടി ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഈ ഷേപ്പിൽ ഒരു ചെറിയ പീസും കൂടെ വെട്ടിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം 2 പീസും നമ്മൾ വെട്ടിയെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ബാറ്ററിയുടെ കേസിലേക്ക് വയർ സോൾഡർ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ സോൾഡർ ചെയ്ത വയർ നേരെ മോട്ടറിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്ത് കൊടുക്കുക. പോസിറ്റീവും നെഗറ്റീവും നോക്കണ്ട, ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മതി. ലീഫ് ഇട്ട് അഥവാ ഇനി കാറ്റ് പുറകോട്ടാണെങ്കിൽ നിങ്ങളുടെ ലീഫ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. നമുക്ക് ഇൻസുലേഷൻ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. അതിനെ രണ്ടും കൂടെ ചേർത്ത് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ സോൾഡറിങ് വരുന്ന ഭാഗത്തൊക്കെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം, കാരണം വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ മോട്ടറിൻ്റെ അടിയിൽ കുറച്ച് ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ പൊക്കമുള്ള ഭാഗത്ത് നമ്മൾ ഒട്ടിച്ചെടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ നടുവിലുള്ള 2 സ്റ്റിക്കറും കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ബാറ്ററി കേസും കൂടെ ഫിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ വർക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫാണ് സെറ്റ് ചെയ്യേണ്ടത്. ലീഫ് നമ്മൾ അതിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് ഗ്ലൂ മുകളിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഭാഗത്തായിട്ട് നമ്മൾ ഒരു ചെറിയ റീഫില്ലറിൻ്റെ പീസാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിനകത്തോട് ഒരു കമ്പി ഇടാൻ വേണ്ടിയിട്ടാണ്. ഇനി റീഫില്ലർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രൂട്ടിയുടെ സ്ട്രോ ആയാലും മതി. ഈ നേരത്തെ നമ്മൾ വെട്ടിവെച്ച ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ പീസ് ഈ കമ്പിയുടെ താഴ്ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിനെ ഈ റീഫില്ലറിനകത്തൂടെ കരത്തിയിട്ട് മുകളിൽ ഒരു പീസ് പ്ലാസ്റ്റിക്കിൻ്റെ ഞാൻ ഒട്ടിക്കുന്നുണ്ട്. അഥവാ ഇങ്ങനൊരു പ്ലാസ്റ്റിക്കിൻ്റെ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ആ കമ്പി തന്നെ ബെൻഡ് ചെയ്ത് വെച്ചാലും മതി. അങ്ങോട്ട് മുകളിൽ നിന്ന് താഴേക്ക് ഇട്ട് കൊടുത്താൽ മതി.
ഇനി നമുക്ക് 2 ബാറ്ററി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അടച്ചതിന് ശേഷം നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിനെ വെള്ളത്തിലിട്ടിട്ടും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ, വെള്ളത്തിലിട്ടിട്ടുണ്ട്. നമുക്ക് വലിയൊരു വെള്ളം ഇവിടെ ഇല്ല, ചെറിയൊരു ഫൗണ്ടൻ മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പം ഞാനതിൻ്റെ ബാക്കിൽ നമ്മൾ വെച്ച ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പീസ് കുറച്ച് ബെൻഡ് ചെയ്തിട്ട് സൈഡിലേക്കാണ് വെച്ചത്. അത് കാരണം ഇതൊരു റൗണ്ട് ഷേപ്പിലാണ് വരുന്നത്. അത് നിങ്ങൾ സ്ട്രൈറ്റ് ചെയ്ത് വെച്ചാൽ ഇത് കറക്റ്റായിട്ട് സ്ട്രൈറ്റ് ആയിട്ട് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടിപൊളിയായിട്ട് പോകുന്നുണ്ട് നമ്മുടെ ബോട്ട്. പിന്നെ ബാക്ക് വശത്തുള്ള ഹോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അടച്ചു കൊടുക്കാം, ഗ്ലൂ ഗൺ വെച്ചിട്ട് തന്നെ അടക്കാൻ പറ്റും. പിന്നെ ഇത്രയും വശത്തേക്ക് വെള്ളം എത്താത്തത് കൊണ്ട് ഞാൻ അടച്ചിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്ന ഇറ്റ്സ് മീ ഷാഹിദ് സൈനിങ് ഔട്ട്.